തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തമിഴക വെற்றிക്കഴകം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെ നടനും പാർട്ടി അധ്യക്ഷനുമായ വിജയ് മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വീണ്ടും ചർച്ചയാകുന്നു. 108 മണ്ഡലങ്ങളിൽ വിജയിച്ചുകൊണ്ടാണ് ടിവിക്ക് മുന്നിലെത്തിയത്. സ്ത്രീകളുടെ ക്ഷേമത്തിനായി വിപ്ലവകരമായ മാറ്റങ്ങളാണ് വിജയ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. 60 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ സഹായധനവും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. വിവാഹത്തിന് 1 പവൻ സ്വർണം ഉൾപ്പെടെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ് പാർട്ടി പ്രകടന പത്രികയിലുള്ളത്. ദരിദ്രരായ വധുവിന് ഗുണമേന്മയുള്ള പട്ടുസാരിയും വാഗ്ദാനത്തിലുണ്ട്. വർഷത്തിൽ 6 സൗജന്യ പാചകവാതക സിലിണ്ടറുകൾ, വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ, വിദ്യാഭ്യാസ മേഖലയിൽ കെ കാമരാജിന്റെ പേരിൽ 100 പ്രത്യേക റെസിഡൻഷ്യൽ സ്കൂളുകൾ, ഉന്നത വിദ്യാഭ്യാസത്തിന് 20 ലക്ഷം രൂപ വരെ വായ്പ എന്നിവയും വാഗ്ദാനത്തിലുണ്ട്. സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കോ രക്ഷിതാക്കൾക്കോ വർഷം തോറും 15,000 രൂപ നൽകുമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായി പ്രത്യേക മന്ത്രാലയവും സർവകലാശാലയും AICTയും ടിവിക്ക് ലക്ഷ്യമിടുന്നു. കർഷകരുടെ 5 ഏക്കറിൽ താഴെയുള്ള സഹകരണ കാർഷിക കടങ്ങൾ പൂർണ്ണമായും എഴുതിത്തള്ളും. അതിന് മുകളിലുള്ളവർക്ക് 50% ഇളവ് നൽകും. നെല്ലിന് കിൻഡലിന് 3500 രൂപയും കരിമ്പിന് ടണ്ണിന് 4500 രൂപയും മിനിമം താങ്ങുവില ഉറപ്പാക്കും. യുവജനതയ്ക്കായി 5 ലക്ഷം സർക്കാർ ജോലികളും സ്റ്റൈഫൻഡോടുകൂടിയ ഇന്റേൺഷിപ്പുകളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് പ്രതിമാസം 4000 രൂപ സഹായധനം നൽകും. സർക്കാർ ജീവനക്കാർക്കായി പഴയ പെൻഷൻ പദ്ധതി പരിഗണിക്കുമെന്നും കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമെന്നും ഉറപ്പു നൽകുന്നുണ്ട്. ലഹരിക്കെതിരെ കർശന നടപടി, കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി, റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ സേവനങ്ങൾ ജനങ്ങളുടെ വാതിൽക്കലെത്തിക്കും. വ്യവസായ ലൈസൻസുകൾ 21 ദിവസത്തിനുള്ളിൽ ഉറപ്പാക്കുമെന്നിങ്ങനെയാണ് മറ്റ് വാഗ്ദാനങ്ങൾ. നിലവിൽ വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 118 പേരുടെ പിന്തുണയുള്ള കത്ത് നൽകാതെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. ഗവർണറുടെ ഈ നീക്കത്തിൽ വിമർശനം ശക്തമാവുകയാണ്. തമിഴക വെற்றிക്കഴകത്തിന് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ അവസരം നൽകണമെന്ന് CPI വിഷയത്തിൽ പ്രതികരിച്ചു. ടിവിക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെന്നും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണമെന്ന് ഗവർണർ പറയുന്നത് ഉചിതമല്ല എന്നും CPI വ്യക്തമാക്കി. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.